ഹലോ, ഇന്നത്തെ വീഡിയോ ഉഷ ജനോമി ഐലോർ DLX മെഷീനെ എങ്ങനെ ക്ലീൻ ചെയ്യാം, ഓയിലിംഗ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഫൂട്ട് ഊരി മാറ്റി വെക്കുക. എന്നിട്ട് മെറ്റൽ പ്ലേറ്റ് ഇതുപോലെ ഊരി മാറ്റിയെടുക്കണം. ആദ്യം ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ അടിനൂലിടുന്ന ആ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് മാറ്റിയിട്ട് അടിനൂലിടുന്ന ആ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ആ മെറ്റൽ പ്ലേറ്റ് എടുക്കുക. അപ്പോൾ അത് ഇവിടെ എനിക്ക് ഒരുപാട് നൂലുകളൊക്കെ കയറി ഇരിപ്പുണ്ട്. ഞാനതെല്ലാം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ക്ലീൻ ചെയ്ത ഭാഗങ്ങളിലെല്ലാം ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് മെഷീൻ ഒന്ന് കറക്കി കൊടുക്കണം. എന്നിട്ട് ആ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ ആ ഒരു പല്ലിലും എല്ലാം ഓയിൽ ഇതുപോലെ ഒന്ന് വീത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുകളിൽ ഈ ഒരു ക്യാപ്പ് അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രൂ കാണാൻ പറ്റും. ആ സ്ക്രൂ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഏരിയയിലുള്ള എല്ലാ നൂലുകളും പൊടികളും ഒക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മെഷീന് നിങ്ങൾ മിനിമം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ഊരിയെടുത്ത ആ ബോക്സ് തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.